സൈബറിടങ്ങളിൽ തനിക്കെതിരെ സംഘടിത വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ്. തനിക്കൊന്നല്ല 1000 പ്രണയങ്ങളുണ്ട്. തന്റെ ശത്രുക്കൾ വീട്ടിൽ നിന്നുള്ളവർ തന്നെയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പത്തനാപുരത്തെ നിയമമുള്ളതിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. ഷമീർ അബ്ദുൾ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, വ്യക്തിപരമായി വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗണേഷ് കുമാറിനെതിരെ ഉയരുന്നത്. അതെല്ലാം വ്യാജ പ്രചരണം എന്ന് പറയുമ്പോൾ പോലും ഉയരുന്ന ആരോപണങ്ങളെ, വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളാതെയായിരുന്നോ ഗണേഷ് കുമാറിന്റെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മറുപടിയിൽ പൂർണ്ണമായും ആരോപണങ്ങളൊന്നും തന്നെ അദ്ദേഹം തള്ളുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായും ചില ആരോപണങ്ങൾ ഗുരുതരമാണ്. അദ്ദേഹത്തിന്റെ വാളകത്ത് വീട്ടിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചത്. തിരഞ്ഞെടുപ്പ് കാലമാവുമ്പോൾ തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് പതിവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, തന്നെ അറിയാവുന്ന പത്തനാപുരത്തുകാർക്കറിയാം താൻ ആരാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾക്ക് അറിയാമെന്ന് അദ്ദേഹം പറയുന്നു. മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾ വന്നപ്പോൾ അന്ന് ആരോപണം ഉന്നയിച്ച തൻ്റെ ഭാര്യ ഒരു പുസ്തകം അടിച്ച് അത് വലിയ രീതിയിൽ വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം ആയുധമാക്കുകയും ചെയ്തു. പക്ഷേ അന്ന് താൻ 10,000-ലധികം വോട്ടിന് വിജയിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ കാരണങ്ങളുടെ എല്ലാം പിന്നിൽ ചില ആളുകളുണ്ട്, അത് വീട്ടിനകത്തുള്ള ആളുകൾ തന്നെയാണ് എന്നും ഗണേഷ് കുമാർ പറയുന്നു. മദ്യപിക്കാത്തവർ ആരും ഇല്ല. പക്ഷേ ഈ മദ്യപിക്കുന്നത് ഒരു തെറ്റാണോ, അത് വീട്ടിനുള്ളിൽ മദ്യപിക്കുന്നത് ഒരു തെറ്റാണോ തുടങ്ങിയ പ്രാസങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. ഒപ്പം തന്നെ പത്തനാപുരത്തുകാർക്ക് തൻ്റെ എക്സ്റേ അറിയാം, വീട്ടിലെ കാര്യം ഒന്നും പറയണ്ട, വീട്ടിൽ തനിക്ക് ശത്രുക്കളുണ്ട്, അതെപ്പോഴും വീട്ടിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തനിക്ക് പിതൃതുല്യനാണ് എന്നുള്ള കാര്യം കൂടി ഒപ്പം പറഞ്ഞു വെക്കുന്നു. അതായത് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് തൻ്റെ ഇപ്പോഴത്തെ ഭാര്യ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തള്ളാതെയുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ അത് ഞങ്ങൾക്ക് പരിഹരിച്ചു പോകാവുന്ന പ്രശ്നങ്ങളാണ്. പ്രണയം ആർക്കാണ് ഇല്ലാത്തത്? തനിക്ക് ഒന്നിലധികം പ്രണയങ്ങളുണ്ട്. അതിന് ചില ആളുകളുടെ പേരുകൾ, ചില കവയിത്രി അവരുടെ പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്, ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റ് അവസാനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ അപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ശരി ഷമീർ, എന്തായാലും വലിയ വിവാദങ്ങൾക്കൊക്കെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. ഇനി നമ്മൾ